ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കണത് ഒരു കേക്കിൻ്റെ രണ്ട് ഓർഡർ ഉണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്കിൻ്റെ ഓർഡർ രാത്രി വിളിച്ചിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചിട്ട് രാത്രി 10:30-11 മണിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് 12 മണിക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. പിറ്റേന്നായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും നമ്മളിങ്ങനെ ഓർഡർ വരുമ്പോൾ കാര്യം പറഞ്ഞിട്ടാണ് ഏക്കാറ്. കാരണം ഒരു തലേന്ന് കേക്ക് ചെയ്ത് ഓവർനൈറ്റ് കേക്ക് സെറ്റ് ആവണതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഈ ഒരു കേക്കിന് വരില്ല. പിറ്റേന്ന് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് വരുള്ളൂ എന്നൊക്കെ നമ്മൾ മുൻകൂറായിട്ട് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സ്പോട്ടിലുള്ള ഓർഡേഴ്സൊക്കെ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 kg കേക്കായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. 1/2 kg ബ്ലൂ വെൽവെറ്റ് കേക്കായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പിറ്റേന്നത്തേക്ക് വേറൊരു ബ്ലാക്ക് ഫോറസ്റ്റും ചെയ്യാനുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് നമുക്ക് ചോറിനുള്ള കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യണമായിരുന്നു. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോറോ കറികളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി അതിൻ്റെ പണികളുണ്ടാകുന്നു വെച്ചാൽ വലിയ കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടാക്കണില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം. അതിൻ്റെ ഇടയിൽ കൂടെ കേക്കുകളും ചെയ്യണം. അങ്ങനെ ബ്ലൂ വെൽവെറ്റ് കേക്കായിരുന്നു 1/2 kg ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊരു മോഡൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെയ്യാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ രണ്ട് കേക്കും രണ്ട് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ വൈറ്റ് ഫോറസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ബ്ലൂ വെൽവെറ്റ് ആദ്യം തന്നെ ചെയ്തു. ബ്ലൂ വെൽവെറ്റ് എന്തായാലും ആദ്യം തന്നെ ചെയ്യണം. കാരണം നമുക്ക് അന്ന് തന്നെ കൊടുക്കാനുള്ള കേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്ലൂ വെൽവെറ്റ് ചെയ്തിട്ട് പിന്നെയുള്ള ഓർഡർ ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബൗള് പിന്നെ കഴുകാണ്ട് നമുക്ക് അതിനകത്തേക്ക് തന്നെ ചെയ്യാം കേട്ടോ. കഴുകാനല്ല പാട്, കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണക്കി ഡ്രൈ ആക്കി എടുക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെ നോക്കിയിട്ട് കേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. കഴുകാത്ത രീതിയിൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ഉണക്കിയെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് കേക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ബൗളൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നല്ല പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സറൊക്കെ എടുക്കണ്ടായിരുന്നു. ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ കേക്ക് അങ്ങോട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കേക്കിൻ്റെ ഓർഡർ വന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്താണ് ചായ കുടിക്കാനും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്ലൂ വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 kg ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബീറ്റ് ചെയ്ത ടൈം കൊണ്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട ഒന്ന് ഇതായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സൺഫ്ലവർ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് സൺഫ്ലവർ ഓയിലല്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യണത്. ഇപ്പം ഞാൻ RCMൻ്റെ റൈസ് ബ്രാൻഡ് ഓയിൽ തന്നെയാണ് കേട്ടോ കേക്കിനും യൂസ് ചെയ്യണത്. കേൾക്കണവരൊക്കെ ചോദിക്കാറുണ്ട് അത് ശരിയാവുമോ എന്നൊക്കെ. പക്ഷേ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ കേക്ക് കിട്ടാറുണ്ട് കേട്ടോ. എന്നോട് സ്റ്റാർട്ടിങ് മുതലേ RCMൽ അവർ പറയാറുണ്ട് കേക്ക് ഉണ്ടാക്കണതിന് നീ ഇത് യൂസ് ചെയ്ത് നോക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അവരങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപാട് നാളങ്ങനെ യൂസ് ചെയ്യാതെ സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്ത് പോയിട്ടോ. പിന്നെ ഒരു ദിവസം വീട്ടിലേക്ക് എന്തോ ഒരു ആവശ്യത്തിന് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് ട്രൈ ചെയ്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വെളിയിലേക്ക് ഓർഡറിലേക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ആ ഒരു ഓയിലിൻ്റേതായ സ്മെല്ലോ അല്ലെങ്കിൽ കേക്കിൻ്റെ ടെക്സ്ചർ മാറോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്നും അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കാറേ ഇല്ല. അപ്പോൾ എല്ലാത്തിനും നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വെച്ചു. അതൊക്കെ ഒന്ന് ബേക്കായി വന്നു കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കേക്ക് കോട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് സെറ്റ് ആയിക്കോളുമല്ലോ. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. കാരണം അന്ന് തന്നെ കൊടുക്കാനുള്ള കേക്കാലോ. അപ്പോൾ നമ്മൾ ബ്ലൂ വെൽവെറ്റ് കേക്കിന് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗണാശം അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡും ആണ് കേട്ടോ. അപ്പോൾ സാധാരണ കസ്റ്റമേഴ്സിനൊക്കെ വന്ന ഡൗട്ടാണ് കേട്ടോ ഈ റെഡ് വെൽവെറ്റും ബ്ലൂ വെൽവെറ്റും ഗ്രീൻ വെൽവെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. സത്യം പറഞ്ഞാൽ ഡിഫറൻസ് കളറിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ടേസ്റ്റും അതിലേക്ക് നമ്മൾ ചേർക്കണ ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. കളറ് മാത്രം മാറ്റം ഉണ്ടെന്നുള്ളൂ. പിന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മളൊരു 1 kg ആണെങ്കിൽ ഒരു 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/2 kg ആണെങ്കിൽ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ നമ്മൾ ചേർക്കും. അതല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ കൊക്കോ പൗഡർ ചേർക്കണതിൽ യാതൊരു ടേസ്റ്റിനെ എഫക്റ്റ് ചെയ്യുമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു കളറിൻ്റെ ഇതിന് വേണ്ടി മാത്രം ചേർക്കണതാണ്. അങ്ങനെ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. റേറ്റും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് പഠിച്ചോനെ 1/2 kg ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 504 ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേസിൻ്റെ എന്തോ ഒരു 50-60 ഗ്രാം എന്താണ്ട് ബേസിൻ്റെ പോവും. പക്ഷേ നമുക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്യാനുള്ളതാലോ. അപ്പോൾ പിന്നെ അതെന്തായാലും കയറി വരും. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഡൗട്ട് തോന്നി. സാധാരണ എൻ്റെ കേക്ക് അങ്ങനെ വരാറില്ല. എന്തായാലും
കൂടുതലായിട്ട് സാധാരണ വെയിറ്റിനേക്കാളും നല്ല കൂടുതലായിട്ടാണ് വരാറുള്ളൂ. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ചോറിന് കറി ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ, കുറച്ചെന്ന് വെച്ചാൽ വെറും വളരെ കുറച്ചൊരു 5-6 പീസ് ചിക്കൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ ആ സ്നാക്ക് ഉണ്ടാക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചോറിന് കറിയൊന്നുമില്ല, മീൻ പൊരിക്കാനൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അത് വേഗം മുളക് പുരട്ടി വെച്ച് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടികളൊക്കെ ഇട്ട സമയത്ത് വെള്ളം കുറവാന്ന് വിചാരിച്ച് ഒഴിച്ച് കുറച്ച് വെള്ളം അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യണത്. വെള്ളം കുറച്ചുള്ളൊക്കെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്താലും വേഗം ആയിക്കോളൂല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ പിറ്റേന്നത്തേക്കുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചത് അത് വെന്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതും അരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, അതും വളുത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് വെന്തു. അതും കുറച്ച് തേങ്ങയിട്ട് അതും വാങ്ങി വെച്ചു. അങ്ങനെ വെണ്ടയ്ക്കയും ചിക്കൻ ഫ്രൈയും കുറച്ച് അച്ചാറൊക്കെ കൂട്ടി അന്ന് അങ്ങനെ ചോറ് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കതിന് ചാറ് കറി വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ പകലുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലും 2 ദിവസത്തേക്കൊക്കെ കാണും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള ക്രീം ഉണ്ടായിരുന്നില്ല. ബ്ലൂ വെൽവെറ്റ് കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുണ്ടായിരുന്നു, തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വെച്ച സമയം കൊണ്ട് നമ്മൾ കേക്ക് ലെയർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വേഗം ക്രം കോട്ട് ചെയ്ത് വെച്ചു. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്ക് ഞാൻ കൊടുത്ത കസ്റ്റമറിൻ്റെ റിവ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ. കാരണം അവർ എൻ്റെ റെഗുലർ കസ്റ്റമറാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈം മുതൽക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കേക്ക് വാങ്ങിക്കുന്ന കസ്റ്റമറാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഇതുവരെ ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിച്ചിട്ടില്ല. വൈറ്റ് ഫോറസ്റ്റ്, പിസ്താഷ്യോ, റെഡ് വെൽവെറ്റ് അങ്ങനെയുള്ള കുറേ ഫ്ലേവേഴ്സ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിള്ളേർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഈ തവണ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരിക്കലും പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിലും കൂടുതൽ നോക്കുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിനോട് താല്പര്യം കുറവാണെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കലുണ്ടായില്ല. പക്ഷേ ഈ പ്രാവശ്യം പിള്ളേരുടെ ഇഷ്ടം നോക്കി എന്തോ അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ അവർ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് തീരെ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നിന്ന് കൊണ്ടുപോയി ഈ കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ആ കൊക്കോൻ്റെ ഫ്ലേവറൊന്നും അവർക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കത് സാധാരണ എല്ലാവരും അങ്ങനെ പറയാറുണ്ടെങ്കിലും കേക്ക് നല്ലതാണെന്ന് എല്ലാവരും പറയണേക്കാളും കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടുള്ള റിവ്യൂ ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കേക്ക് നമ്മൾ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ അത് കേക്കും കേക്കിൻ്റെ ഡെക്കറേഷനും ബ്ലൂ കളറിൽ തന്നെ ചെയ്യാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ ബ്ലൂ തീമായിരുന്നു ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് എനിക്ക് അതിൻ്റെ ഫോട്ടോസൊന്നും അവർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. അവർ മറന്നു പോകാൻ തോന്നുന്നു. എന്തായാലും ചോദിച്ചു നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ സംഭവം എന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കേക്കും ബ്ലൂ, ഡെക്കറേഷനും ബ്ലൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മോഡൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ മോഡൽ ഈ സെയിം ബ്ലൂവിൻ്റെ സ്ഥാനത്ത് റെഡിൽ ചെയ്തേക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി അങ്ങനെ തന്നെ ബ്ലൂ ആക്കി ചെയ്തോളാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസൈനൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മോഡൽ ഡിസൈൻ എപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സെയിം ഡെക്കറേഷൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ കുഞ്ഞു ബ്ലൂ കളറിലെ ഹേർട്സും ചെയ്യാനുണ്ടായിരുന്നു. മുകളിൽ ബ്ലൂ കളർ ചെയ്ത സ്ഥലത്ത് തന്നെ റൈറ്റിങ്സും കൊടുക്കാനുണ്ടായിരുന്നു. ആ ബ്ലൂവിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് കളർ കുഞ്ഞു ഹേർട്സും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേരെഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോണ്ടൻറ്റും റെഡിയാക്കി എടുത്തു. അത് അവർ പറഞ്ഞ പോലെ തന്നെ ഫോണ്ടൻറ്റിൽ പേര് എഴുതി അത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കസ്റ്റമറിന് കേക്കും അതേപോലെ തന്നെ ഡെക്കറേഷൻസൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്കും എൻ്റെ കേക്കിൻ്റെ ഡെക്കറേഷൻസും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനൊക്കെ ചെയ്യണത് വീഡിയോസും ഒരു ലോങ് വീഡിയോ പോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഒരു വ്ളോഗ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് തന്നെ ഇപ്പോൾ ഒരാഴ്ച ആയതാണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അതിന് എപ്പോൾ അപ്ലോഡ് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ടൈം പോലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കസ്റ്റമർ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കേക്കൊക്കെ വേഗം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ 11 മണി ആയിട്ട് ഞാൻ കുളിച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. കസ്റ്റമർ വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.